ഡിയാസിറ മലയാളത്തിൽ നിന്ന് അടുത്തൊരു പാൻ ഇന്ത്യൻ സ്റ്റഫ്, ഒരു അടാറ് കത്തിക്കൽ സാധനം. പ്രണവിനെ വെച്ച് നോക്കുകയാണെങ്കിൽ പുള്ളി ആരെങ്കിലുമൊക്കെ നിർബന്ധിച്ച് കൊണ്ടുവന്ന സിനിമയിൽ അഭിനയിക്കുന്നതാണ് എനിക്ക് പലപ്പോഴും ഫീൽ ചെയ്തിട്ടുള്ളത്. ഏറ്റവും വളരെ നമുക്ക് വിഷമകരമായി തോന്നുന്ന രീതിയിൽ തന്നെ ചെയ്തേക്കുന്നത് തന്തയ്ക്ക് പിറന്ന മകൻ എന്ന് പറഞ്ഞിട്ട് ദുൽഖറിന്റെ ഒരു ഫോട്ടോ ഇട്ടിട്ട് ഇപ്പുറത്ത് പ്രണവിന്റെ ഒരു ക്വസ്റ്റ്യൻ മാർക്ക് ഇട്ടിട്ടുണ്ട്. ഇമേജ് എന്ന് പറയുന്നത് എപ്പോഴും ഒരു പാവം പയ്യൻ, നമ്മുടെ വീടിനടുത്തൊക്കെ ഉള്ള ഒരു പയ്യൻ, ഒരു കോമൺ മാൻ ഇമേജ് ഭയങ്കരമായിട്ട് കീപ്പ് ചെയ്യുന്ന, ഭയങ്കര സിംപ്ലിസിറ്റി കീപ്പ് ചെയ്യുന്ന ഒരു മനുഷ്യനാണ് പ്രണവ് എന്ന് പറയുന്നത്. സീനില് ഈ രാഹുൽ സദാശിവൻ എന്ന് പറയുന്ന ഈ മനുഷ്യൻ, ആ ഡയറക്ടർ, ഫസ്റ്റ് സീനിൽ ആ ഇമേജിനെ കത്തിച്ച് തരിപ്പണമാക്കി ആ പ്ലേ ബോയ് എന്നുള്ളൊരു ഇമേജിനെ രജിസ്റ്റർ ചെയ്തേക്കുന്ന ഫസ്റ്റ് സീനില് എന്റെ പൊന്ന് ഒരു രക്ഷയില്ല. ഞാനൊക്കെ ഇരുന്നിട്ട് മറ്റേ ഇന്നസെന്റ് ചോദിക്കുന്ന പോലെ ഇത് നമ്മുടെ ലാലേട്ടന്റെ മോൻ പ്രണവ് തന്നെ അല്ലേ ഇത്. സ്റ്റോ സേവിയർ എന്നുള്ളൊരു ഒരു മ്യൂസിഷ്യൻ വന്നിട്ട് അയാള് അറഞ്ചം പുറഞ്ചം അങ്ങ് അടിച്ചേക്കാണ്. എന്റെ പൊന്നു എന്തൊരടി അടിച്ചേക്കുന്നത്. ഈ രാഹുൽ സദാശിവന്റെ മേക്കിംഗ് ഹൊറർ ത്രില്ലർ ജോണറാണ് അദ്ദേഹം ചെയ്യുന്നത്. അദ്ദേഹം ഇതുവരെ ചെയ്ത സിനിമകളൊക്കെയും ആ സ്റ്റൈലാണ്. പുള്ളി ഒരു ഇന്റർനാഷണൽ സ്റ്റഫായിട്ടാണ് ഫീൽ ചെയ്തത്. പ്രണവ് കഴിഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ മധുസൂദനൻ പോറ്റി എന്ന് പറഞ്ഞിട്ട് ക്യാരക്ടർ ചെയ്തേക്കുന്നത് ഉണ്ണികൃഷ്ണൻ പോറ്റി അല്ല, മധുചേട്ടൻ എന്ന് പറഞ്ഞിട്ട് അതിൽ കാണിക്കുന്നുണ്ട്. അയ്യോ പുള്ളിയൊക്കെ എനിക്ക് തോന്നുന്നു ഒരു വിജയരാഘവൻ സാധനം. എനിക്ക് തോന്നുന്നു ഇതിനൊരു സെക്കൻഡ് പാർട്ട് ഉണ്ടാവില്ല. ഈവൻ ലാസ്റ്റിലത്തെ ആ വോയിസിൽ പോലും അത് ആരാണ് എന്താണ് എന്നുള്ളത് എന്തെങ്കിലും പറഞ്ഞ സ്പോയിലറായി ഇപ്പോൾ വെമ്പി വരുവാണ് ഇങ്ങനെ പറയാനായിട്ട്.